യെസ് മനോജ്, അങ്ങനെ ആവേശം എത്രത്തോളമാണ്, എത്ര മണിക്കാകും മത്സരങ്ങൾ, ഒപ്പം അവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? ഇപ്പം മനോജിന്റെ വള്ളംകളി റിപ്പോർട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ആദ്യമായിട്ടാണോ വള്ളംകളി റിപ്പോർട്ട് ചെയ്യുന്നത്? എനിക്കൊന്നും അല്ല എന്ന് തോന്നുന്നു. സ്ഥിരം വള്ളംകളി റിപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ആ ഒരു അനുഭവം കൂടി ഒന്ന് പങ്കുവയ്ക്കാം. അശ്വതി, ഞാൻ കഴിഞ്ഞ വർഷമാണ് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എത്തുന്നത്. അതായത് ആലപ്പുഴയിലേക്ക് എത്തുന്നത്, ഈ വള്ളംകളിയുടെ ഭാഗമായിട്ട് എത്തുന്നത്. അതൊക്കെ പുതിയൊരു അനുഭവം തന്നെയായിരുന്നു. അങ്ങനെ നെഹ്റു പവലിയനിലായിരുന്നു കഴിഞ്ഞ വർഷം ഞാൻ ഉണ്ടായിരുന്നത്. അവിടേക്ക് ഈ ഓളപ്പരപ്പിനെ കീറി മുറിച്ചെത്തുന്ന ഈ വള്ളങ്ങൾ കാണുമ്പോൾ, ചുണ്ടൻ വള്ളങ്ങൾ കാണുമ്പോൾ നമുക്ക് വലിയ ആവേശം തന്നെയാണ്. അതായത് കാണികൾക്കും അതോടൊപ്പം തന്നെ തുഴക്കാർക്കും എല്ലാവർക്കും ഒരേ രീതിയിൽ ആവേശം പകരുന്ന ഒരു ജലമേള അത് തന്നെയാണ്. ആ കപ്പിൽ മുത്തമിടുന്ന അവസാന നിമിഷങ്ങളൊക്കെ നമുക്ക് ഒപ്പിയെടുക്കാൻ സാധിച്ചു. അവരുടെ അനുഭവങ്ങൾ, അവരുടെ പ്രയത്നം, അവരുടെ എത്ര കാലത്തെ കാത്തിരിപ്പാണ് എന്നുള്ളതൊക്കെ തന്നെ അവരുടെ ഈ ഒരു അനുഭവ ചരിത്രം പറയുമ്പോൾ തന്നെ നമുക്ക് അത്രയധികം ആവേശം ഈ ഒരു വള്ളം കളിയിൽ അതോടൊപ്പം തന്നെ ഈ നെഹ്റു ട്രോഫിയോട് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ കഴിഞ്ഞ വർഷം അവരുടെയൊക്കെ അനുഭവം നമ്മളോട് പങ്കുവച്ചതിൽ നിന്ന് ഇത്തവണയും അതിനേക്കാളേറെ ആവേശത്തോടു കൂടി തുഴയെറിയാൻ ഇറങ്ങുന്ന ഈ കരക്കാരാണ്, അതിൻ്റെ ക്ലബ്ബുകളാണ് ഇത്തവണ ഉള്ളത്. അതിൽ പ്രധാനമായും UBC കൈനഗിരി FC എന്ന് പറയുമ്പോൾ ഈ വാമപ്പ് ചെയ്യുന്ന ഓരോ തുഴക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ളിലുള്ളത് ഇന്ന് മറ്റൊന്നുമല്ല. അതായത് വിജയം എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് അവരെല്ലാവരും ഈ വാമപ്പ് ചെയ്യുന്നതും ഇനി തുഴയെറിയാൻ പോകുന്നതും. അപ്പോൾ അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമം തന്നെയാണ് ഓരോ ഭാഗത്തു നിന്നും ഉയരുന്നത്. കാരണം ഏറെ നാളായുള്ള ഒരു കാത്തിരിപ്പ് അത് ഓരോ വർഷവും നെഹ്റു ട്രോഫിയെ സംബന്ധിച്ചിടത്തോളം, ഓരോ കരക്കാരെ സംബന്ധിച്ചിടത്തോളം, ഈ ക്ലബ്ബുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ട്രോഫി ഏത് വിധേനയും ശരിയായ രീതിയിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഏറെ പ്രയത്നിച്ചുകൊണ്ട് നേടിയെടുക്കുക എന്നുള്ളത് തന്നെയാണ്. അതിനപ്പുറം അവർക്ക് മറ്റൊന്നുമില്ല. ഈ ഇന്നത്തെ ദിവസമെന്ന് പറയുന്നത് ആ കപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടം. അത് ഈ കായലിൽ നടക്കുമ്പോൾ അത് കാണികളെ സംബന്ധിച്ചിടത്തോളം അവർ പിന്തുണയ്ക്കുന്ന ഓരോ ക്ലബിനെയും അല്ലെങ്കിൽ അവർ പിന്തുണയ്ക്കുന്ന കരക്കാരെയും ഒക്കെ കൂടുതൽ ആവേശത്തിലാക്കി ആ കപ്പിലേക്ക് മുത്തമിടുവാൻ വേണ്ടിയിട്ട് എത്തിക്കുക എന്നുള്ളതൊരു കൂടെയുണ്ട്. അപ്പോൾ ഒരുപാട് പ്രാർത്ഥനയും ആവേശവും ഈ കാഴ്ചകളുമെല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ രാവിലെ വാമപ്പ് ചെയ്യുകയാണ് ഈ തുഴക്കാരെല്ലാം. ഇന്ന് ഈ വിയപുരം ചുണ്ടൻ എന്ന് പറയുമ്പോൾ ചരിത്ര പ്രാധാന്യമുള്ള ഒരു വള്ളം കൂടെയാണ്. ചുണ്ടൻ വള്ളങ്ങൾ ഇന്ന് 22 ഓളപ്പരപ്പിലേക്ക് ഇറങ്ങുക. അപ്പോൾ ഈ 22 ചുണ്ടൻ വള്ളങ്ങളിൽ ഏറെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് വിയപുരം ചുണ്ടൻ. ഞാൻ നേരത്തെ അതിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞു. മറ്റുള്ള ചുണ്ടൻ വള്ളങ്ങളേക്കാൾ നീളം കുറവാണെങ്കിലും ഓളപ്പരപ്പിനെ കീറി മുറിച്ച് മുന്നോട്ട് പോകുന്നതിൽ വേഗതയുള്ള ചുണ്ടൻ വള്ളമാണ്. ഇത്തവണ കൈനഗിരി FC, അതായത് UBC കൈനഗിരി FC ചുണ്ടൻ വെള്ളത്തിൽ, അതായത് ഈ വിയപുരം ചുണ്ടൻ വെള്ളത്തിൽ കയറുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസമാണ്. അതായത് ഏറെ കാലമായി തന്നെ അവർ ആഗ്രഹിക്കുന്നത് തന്നെയാണ് ഇത്തവണയും ഈ കപ്പടിക്കണം എന്നുള്ളത്. അത് UBCയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പലതവണ അവർ വിജയകിരീടം ചൂടിയിട്ടുണ്ട്, നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ടിട്ടുണ്ട്. ഇത്തവണ UBC FC ആണ്, അതായത് UBCയുടെ ഫാൻസ് ക്ലബ്ബാണ് ഇത്തവണ തുഴയെറിയാനെത്തുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ആവേശം അവരിലുണ്ട്. 82 തുഴക്കാർ അവർ ഒരുമിച്ച് നിന്നുകൊണ്ട് വാമപ്പ് ചെയ്യുകയാണ്. അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരുപാട് പേര് ഇവിടെയുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ തുഴക്കാരെന്ന് പറയുമ്പോൾ അത്രയധികം ശാരീരികമായും മാനസികമായും എല്ലാ തരത്തിലും അവർ ആവേശം കൊണ്ടും അതോടൊപ്പം തന്നെ ആത്മവിശ്വാസം കൊണ്ടുമൊക്കെ തയ്യാറായിരിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ശരീരത്തെ കൂടുതൽ വഴക്കത്തിലാക്കുന്നതിനൊപ്പം മനസ്സും അതുപോലെ തന്നെയാണ്. അതായത് തുഴയെറിയുമ്പോൾ അവർക്ക് മറ്റ് ചിന്തകളൊന്നും പാടില്ല, ഒരു നെഗറ്റീവ്സും അവരുടെ മനസ്സിലുണ്ടാകാൻ പാടില്ല. അവർ ഫുൾ പോസിറ്റീവിലായിരിക്കണം. അതുതന്നെയാണ് നിർദ്ദേശം. അതായത് ഓരോ തുഴക്കാർക്കും നൽകുന്ന നിർദ്ദേശം അതുതന്നെയാണ്. തുഴയെറിയുന്ന സമയത്ത് അവരുടെ മനസ്സിലുണ്ടാകുന്ന ചിന്ത വിജയം എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം, ആ ഒരു ചിന്ത മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ എന്നുള്ളത് തന്നെയാണ് മുതിർന്ന തുഴക്കാരൊക്കെ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അതിനനുസരിച്ച് തന്നെയാണ് ഇതിൽ ആദ്യമായി തുഴയെറിയുന്നവരുണ്ടാകും, അതോടൊപ്പം തന്നെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള തുഴക്കാരുണ്ടാകും. എല്ലാവരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് മറ്റൊന്നുമല്ല, കപ്പ് തന്നെയാണ് ലക്ഷ്യം. ആ കപ്പ് ലക്ഷ്യമാക്കിയുള്ള തുഴച്ചിൽ തന്നെയാണ് ഇന്ന് ഈ ഓളപ്പരപ്പിൽ ഉണ്ടാകുക. പുന്നമടക്കായലിനെ കീറി മുറിച്ചു കൊണ്ടുപോകുന്ന വിയപുരം ചുണ്ടനിൽ തുഴയെറിഞ്ഞുകൊണ്ട് ആവേശത്തോടു കൂടി കാണികളെയും ആവേശത്തിലാഴ്ത്താൻ വേണ്ടി തയ്യാറെടുക്കുകയാണ് ഇവിടെ UBCയുടെ ഫാൻസ് ക്ലബ്. അവരൊക്കെ സംബന്ധിച്ചിടത്തോളം അവരുടെ തുഴയെറിയുന്ന ആ ഒരു വേഷം
നമുക്ക് കാണാൻ സാധിക്കും. കൈവഴക്കത്തോടെയും മെയ്വഴക്കത്തോടെയും ഒക്കെ അവർ ഈ ചുണ്ടൻ വെള്ളത്തിൽ കയറിയിരുന്ന കരക്കാരെ, അതായത് കരയിൽ നിന്ന് ആവേശഭരിതരായി നോക്കി നിൽക്കുന്ന കാണികളെ നോക്കി അവർക്ക് ഫിനിഷിംഗ് പോയിന്റിൽ, ഫോട്ടോ ഫിനിഷിലൂടെ ഫിനിഷിംഗ് പോയിന്റിലെത്തി ആ കപ്പ് നേടുന്ന സമയത്ത് അവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കാഴ്ച തന്നെയാണ് അവരുടെ ഉള്ളിലുള്ളത്. അതായത് ആദ്യം, അതായത് ഫൈനലിലേക്ക് ഇറങ്ങി നേരെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തുന്ന ആ ഒരു സമയം, ഒന്നാമതായി വിയപുരം ചുണ്ടനിൽ UBC ഫാൻസ് ക്ലബ്ബ് FC എത്തുന്നു എന്നുള്ള ആ ഒരു ലക്ഷ്യം തന്നെയാണ് അവരുടെ ഓരോരുത്തരുടെയും മനസ്സിലുള്ളത്. ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര ഇവിടെ തുടങ്ങുകയാണ്. ഇന്ന് രാവിലെ മുതൽ വ്യാമപ്പ് ചെയ്തുകൊണ്ട് ഇനി മനോജ് ആവേശമല തല്ലുകയാണ്. അതിനോടൊപ്പം നമ്മൾ ഈ വിജയത്തിന്റെ വഴികൾ മാത്രമാണ് നമ്മൾ കാണാറുള്ളത്. പക്ഷേ ഈ വിജയത്തിലേക്ക് എത്താൻ അവർ എന്തുമാത്രം കഠിനാധ്വാനം ചെയ്യുന്നു, എങ്ങനെയാണ് അവർ അവരെ തന്നെ പരിചയപ്പെടുത്തുന്നത് എന്നുള്ള ഏറ്റവും മനോഹരമായ വിശദീകരണമാണ് നമ്മുടെ പ്രതിനിധി മനോജ് പങ്കുവച്ചത്.